ഇപ്പോൾ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സണ്ണി ജോസഫ്, ആദ്യം തന്നെ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ആദ്യമായി ഇങ്ങനെ നേരിട്ട് കിട്ടുന്നത് കൊണ്ട് അഭിനന്ദനങ്ങൾ ഞാൻ ഈ ഘട്ടത്തിൽ അറിയിക്കുകയാണ്. അഭിനന്ദനങ്ങൾ, വലിയ തെരഞ്ഞെടുപ്പ് വിജയത്തിന്. എന്തായാലും അടുത്ത ഘട്ടം ചർച്ചകളിലേക്ക് കടന്നിരിക്കുന്നു. തീർച്ചയായും ജനാധിപത്യ പാർട്ടി എന്ന് എല്ലായ്പ്പോഴും കോൺഗ്രസ് പറയുന്ന പാർട്ടിയാണ്, എല്ലായ്പ്പോഴും പ്രവർത്തകരും നേതാക്കളും എല്ലാം ആവർത്തിച്ച് പറയുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമാണ് ഇപ്പോഴത്തെ ചർച്ചകളെല്ലാം എന്ന് തന്നെയാണ് മാറി നിന്ന് നിരീക്ഷിക്കുന്ന, ഇതേക്കുറിച്ചും മനസ്സിലാക്കാൻ കഴിയുന്ന എല്ലാവരും പറയുക. പക്ഷേ ഈ ചർച്ചകൾ എത്ര നീളും എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു ആശങ്ക. എപ്പോഴത്തേക്ക് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കഴിയും? ഇതിപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ അധികം വൈകില്ല. കാരണം ഹൈക്കമാൻഡ് പ്രതിനിധികൾ മിനിഞ്ഞാന്ന് വൈകുന്നേരം വന്നു, ഇന്നലെ വൈകുന്നേരം തിരികെ പോയി. അവർക്ക് ഡൽഹിയിൽ കോൺഗ്രസ് അധ്യക്ഷനെയും രാഹുൽ ഗാന്ധിയെയും കണ്ട് സംസാരിക്കണം. അവരുടെ അവൈലബിലിറ്റി നോക്കി അത് എത്രയും വേഗം നടക്കും. ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കുറച്ച് പേരെയെങ്കിലും ഡൽഹിക്ക് വിളിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ വിളിപ്പിക്കും. അങ്ങനെ വന്നാൽ ഞങ്ങൾ പോകാൻ തയ്യാറായാണ്. ഞങ്ങളുമായിട്ട് സംസാരിച്ചിട്ട് തീരുമാനം എത്രയും വേഗം ഉണ്ടാവുമെന്നാണ് ഞാനും കരുതുന്നത്. തീർച്ചയായും തലയെടുപ്പുള്ള 3 നേതാക്കളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇപ്പോൾ മുന്നിലുള്ളത്. അതിലധികം നേതാക്കളെ വേണമെങ്കിൽ കോൺഗ്രസിന് അവതരിപ്പിക്കാവുന്നതേ ഉള്ളൂ. മുൻ KPCC പ്രസിഡന്റുമാരുണ്ട്, ഭരണപരിചയമുള്ളവരുണ്ട്, അവരെല്ലാം ഇത്തവണ തെരഞ്ഞെടുക്കപ്പെട്ടു വന്നിട്ടുണ്ട്. പക്ഷേ ഈ 3 പേരിൽ ആരെ തെരഞ്ഞെടുക്കണം എന്നതിലേക്കാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത്. ആ നിലയ്ക്ക് ഇപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. ആ അഭിപ്രായങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിലായിരിക്കുമോ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുക? ഇല്ല, ഞങ്ങൾ MLA-മാരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, MP-മാരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, മുതിർന്ന നേതാക്കന്മാർ, മുൻ പ്രസിഡന്റന്മാർ, രാഷ്ട്രീയകാര്യ സമിതിയുടെ മുതിർന്ന നേതാക്കന്മാർ അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എല്ലാ അഭിപ്രായങ്ങളും കേട്ടുകൊണ്ടായിരിക്കും. ഘടകകക്ഷികളെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കും കോൺഗ്രസ് നേതൃത്വം ഒരു തീരുമാനമെടുക്കുക. തീർച്ചയായും ഇപ്പോൾ 2006 VS അച്യുതാനന്ദന് വേണ്ടി കണ്ണേ കേരളെ മുദ്രാവാക്യമൊക്കെ തെരുവിൽ ഉയർന്നതുപോലെ ഇത്തവണ കൗതുകകരമായി കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രവർത്തകരുടെ വികാരം തെരുവിൽ കാണാം. അത് അസ്വാഭാവികമായ ഒരു സംഗതിയാണ്. മുമ്പ് കരുണാകരൻ്റെ കാലത്ത് വളരെ ശക്തമായ ഗ്രൂപ്പ് ഉണ്ടായിരുന്ന കാലത്തൊക്കെ ഇത്തരത്തിലുള്ള തെരുവിലെ പ്രകടനങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതൊരു അസ്വാഭാവികമായ ഒരു സാഹചര്യമായി തോന്നുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ? ഇത് സാധാരണഗതിയിൽ ഇതിൻ്റെ ആവശ്യമില്ല. കാരണം കോൺഗ്രസ് ഹൈക്കമാൻഡ് ഞങ്ങളെല്ലാവരും പറഞ്ഞു, വ്യക്തമായൊരു നടപടിക്രമമുണ്ട്. ആ നടപടിക്രമങ്ങൾ ഒട്ടും വൈകിയിട്ടില്ല. ഞാനും AICCയുടെ കേരളത്തിൻ്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയും ഇത്തരത്തിലുള്ള പരസ്യ പ്രകടനങ്ങൾ പാടില്ല എന്ന് ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിന് കോൺഗ്രസ് പ്രവർത്തകർ ഇത്തരത്തിലുള്ള പ്രകടനങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. പക്ഷേ ഈ ആവശ്യം പല ആവർത്തി KPCC പ്രസിഡന്റ് എന്ന നിലയ്ക്ക് പരസ്യ പ്രതികരണങ്ങൾ പാടില്ല എന്നുള്ള നിർദ്ദേശം നൽകിയതിന് ശേഷവും അത് തുടരുകയാണ്. ഇന്നിപ്പോൾ വൈകിട്ട് വലിയ പ്രകടനമൊക്കെ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. ആ നിലയ്ക്കുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. അത്തരത്തിൽ തെരുവിൽ ഇറങ്ങുന്നവർക്കെതിരെ, ഈ ആവശ്യം ഉന്നയിച്ച് തെരുവിൽ ഇറങ്ങുന്നവർക്കെതിരെ സംഘടനാപരമായ നടപടി ഉണ്ടാകുമോ? അതിൽ മുതിർന്ന നേതാക്കന്മാർ അതിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടിയെക്കുറിച്ച് ആലോചിക്കും. തീർച്ചയായും ഇത് ആസൂത്രിതമായ ഒരു നീക്കം ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾക്ക് പിന്നിലുണ്ട് എന്ന് തോന്നുന്നുണ്ട്. കാരണം കേരളത്തിലെമ്പാടും ഇത് നടക്കുന്നുണ്ട്. അത് നമുക്ക് പരിശോധിക്കാം, എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇതിൽ ഹൈക്കമാൻഡിന് മുന്നിലെത്തുമ്പോൾ സ്വാഭാവികമായും ഈ പേരുകൾക്ക് ലഭിച്ച അതായത് ഈ മുൻ KPCC അധ്യക്ഷന്മാർ, MLA-മാർ, MP-മാർ, പിന്നെ അവർ ഘടകകക്ഷി നേതാക്കളുടെ അഭിപ്രായം കൂടി തേടിയിട്ടുണ്ട്. അതിനപ്പുറത്തുള്ള മാനദണ്ഡങ്ങൾ കൂടി ഉണ്ടാകുമോ? ഹൈക്കമാൻഡിൻ്റെ അവരുടെ ഒരു നിരീക്ഷണം കൂടി ഇതിൽ ഉൾപ്പെടാൻ സാധ്യതയില്ലേ? ഹൈക്കമാൻഡ് എല്ലാം പരിശോധിക്കുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ ഘടകങ്ങളും പരിശോധിക്കും. അവർക്ക് ഉചിതമായ തീരുമാനം എടുക്കാൻ കഴിയും. തീർച്ചയായും ഇന്നിപ്പോൾ കൃത്യമായി ചോദിച്ചാൽ ഇപ്പോൾ മുകുൾ വാസ്നിക്ക് അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ ഈ കൊടുത്ത പിന്തുണ ഏത് നിലയ്ക്കാണ് എന്നുള്ളത് സംബന്ധിച്ച് ചില നേതാക്കന്മാരുടെയെങ്കിലും പിന്തുണ ജനങ്ങളിപ്പോൾ അറിഞ്ഞിട്ടുണ്ട്. അതിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിൻ്റെ പിന്തുണയടക്കം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതും നമുക്കറിയാം. ചില നേതാക്കന്മാരുടെയൊക്കെ പിന്തുണ ആ നിലയ്ക്ക് ആർക്കാണ് എന്നുള്ളത് പൊതുജനം അറിഞ്ഞ സാഹചര്യമുണ്ട്. അത് അങ്ങനെ സംഭവിച്ചത് ശരിയായോ?
എനിക്കത് അതിൻ്റെ ആ വാർത്തയുടെ ഉറവിടം എന്താണെന്ന് എനിക്കറിയില്ല. ഇന്ന് പത്രങ്ങളിൽ വന്നത് ഞാൻ ഹൈക്കമാൻഡ് തീരുമാനത്തിന് വിട്ടു എന്നാണ്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിലുള്ള വാർത്ത വരാനോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ വരാനോ ഇടയായത് എങ്ങനെയാണ് അതിൻ്റെ വസ്തുനിഷ്ഠമായിട്ടുള്ള സാഹചര്യം എന്തെന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അല്ല, ഹൈക്കമാൻഡിന് തീരുമാനം എടുക്കാം എന്നുള്ളത് പൊതു തീരുമാനമായി ആ നിലയ്ക്ക് പ്രമേയം അവതരിപ്പിച്ച് പാസ്സാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് അവരുടെ മുകുൾ വാസ്നിക്കിൻ്റെ കയ്യിലുള്ള പേപ്പറിൽ സണ്ണി ജോസഫിൻ്റെ നേരെ KC എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞ മട്ടിലല്ലേ അവർ എഴുതിയെടുത്തിരിക്കുന്നത്? എനിക്ക് ആ പേപ്പറിൻ്റെ അതിൻ്റെ വസ്തുനിഷ്ഠയെ സംബന്ധിച്ച് എനിക്കറിയില്ല. അത് മുകുൾ വാസ്നിക്കിൻ്റെ കയ്യിലെ പേപ്പറാണോ എന്ന് എനിക്കറിയില്ല. എനിക്കറിയില്ല. ഈ മൂന്ന് പേരുകൾ മുന്നിലേക്ക് വരുമ്പോൾ ഇവർ തമ്മിൽ വലിയ തലമുറ വ്യത്യാസമൊന്നുമില്ല. ഏതാണ്ട് രണ്ടുപേരുടെയും നേതാവാണ് രമേശ് ചെന്നിത്തല എന്നുള്ളത് മറ്റൊരു വസ്തുത. എങ്കിൽ പോലും 60കളിൽ നിൽക്കുന്ന നേതാക്കന്മാരാണ്. KCയും BDയും തമ്മിൽ 1-2 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ആ നിലയ്ക്ക് നോക്കിയാൽ. അപ്പോൾ ഇവരെ തിരഞ്ഞെടുക്കുന്നതിൽ മുമ്പൊരിക്കലും ഇല്ലാത്ത വണ്ണമുള്ള ഒരു പ്രതിസന്ധി ഹൈക്കമാൻഡിന് പാർട്ടിക്ക് മുന്നിലുണ്ടോ? ചെറിയൊരു പ്രയാസമുണ്ട്. പ്രതിസന്ധിയല്ല, ചെറിയ പ്രയാസമുണ്ട്. ഈ 3 പേരുകൾ വരുമ്പം ആരെ സെലക്ട് ചെയ്യണം എന്നുള്ളിടത്ത് ഇപ്പോൾ ആർക്കായാലും പ്രയാസം വരുമല്ലോ. ആ സെലക്ഷൻ എന്ന് പറയുന്നത് ആർക്ക് ഒരാളെ ഒഴിവാക്കണം അല്ലെങ്കിൽ 2 ആളെ ഒഴിവാക്കണം എന്നുള്ളതൊരു പ്രയാസകരമായ കാര്യം തന്നെയാണ്. എന്നാലും ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുക്കാൻ നിർബന്ധിതമാണ്. അവരതിൻ്റെ ബുദ്ധിയിൽ ഹൈക്കമാൻഡ് നല്ല തീരുമാനം എടുക്കും. നമുക്ക് മുന്നിലുള്ള ഉദാഹരണങ്ങൾ ഹൈക്കമാൻഡ് ഈ കഴിഞ്ഞ 10-20 വർഷത്തിനുള്ളിൽ എടുത്ത ഉദാഹരണങ്ങൾ പലതുണ്ട്. ഇപ്പോൾ പഞ്ചാബുണ്ട്, ഛത്തീസ്ഗഡ് ഉണ്ട്, അതുപോലെ രാജസ്ഥാനുണ്ട്, മധ്യപ്രദേശുണ്ട്, അസമുണ്ട്. ഈ സംസ്ഥാനങ്ങളിലെല്ലാം, അല്ലെങ്കിൽ തെലങ്കാനയുണ്ട്, കർണാടകയുണ്ട്, ഇങ്ങനെ പല സംസ്ഥാനങ്ങളിലും ഈ ജനകീയ പിന്തുണയുള്ളവരെന്ന് പൊതുവെ കരുതപ്പെടുന്നവർ, അല്ലെങ്കിൽ മുന്നിൽ നിന്ന് തെരഞ്ഞെടുപ്പിനെ നയിച്ചവർക്ക് സ്ഥാനം നൽകാതെ മുതിർന്ന നേതാക്കൾക്ക് തന്നെ സ്ഥാനം നൽകുന്ന ഒരു രീതി മുമ്പും കോൺഗ്രസിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൽ ഭൂരിപക്ഷം ഇടങ്ങളിലും അത് പാർട്ടിക്ക് തിരിച്ചടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കേരളത്തിൽ അങ്ങനെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ടോ? അല്ല, ഓരോ സ്ഥലത്തിനും യോജിച്ച തീരുമാനം എടുക്കുമ്പോൾ കർണാടകത്തിൽ നിങ്ങൾ പറഞ്ഞു, ആ തീരുമാനം കേരളത്തിലും ഉണ്ടാകും. എല്ലാ കാര്യങ്ങളും ആലോചിച്ചിട്ടായിരിക്കും തീരുമാനം. അല്ല, കർണാടകത്തിൽ അവിടെ DK ശിവകുമാർ മുന്നിൽ നിന്ന് തെരഞ്ഞെടുപ്പിനെ നയിക്കുന്നു എന്നുള്ള പ്രതീതി ഉണ്ടായിരുന്നു. ആ നിലയ്ക്കാണ് കാര്യങ്ങൾ പോയത്. ജനകീയ പിന്തുണയുണ്ടായിരുന്നു. സിദ്ധരാമയ്യയ്ക്ക് പിന്തുണ ഇല്ല എന്നല്ല, പക്ഷേ പിന്നീട് സിദ്ധരാമയ്യയാണ് തീരുമാനിക്കുന്നത്. അവിടെ അത്തരം ചില രംഗങ്ങൾ, ആ രംഗങ്ങൾ അവസാനിച്ചിട്ടുമില്ല. പല ഘട്ടങ്ങളിലായി അത് ഒരു ഏറിയും കുറഞ്ഞും അതിൻ്റെ ആ അസ്വസ്ഥതകൾ ഇങ്ങനെ പ്രകടമാകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥ കേരളത്തിൽ ഉണ്ടാകുമോ? ഇല്ലില്ല, ഒരിക്കലും ഉണ്ടാകും. ഇപ്പോൾ ഇവിടെ തെരുവിലെ സമരങ്ങൾ അല്ലെങ്കിൽ മുദ്രാവാക്യങ്ങൾ എല്ലാം VD സതീശന് വേണ്ടിയുള്ള മുറവിളികളാണ്. ഇപ്പോൾ ഫ്ലെക്സ് ബോർഡുകൾ KC വേണുഗോപാലിന് വേണ്ടിയൊക്കെ ഉയരുന്നുണ്ടെങ്കിലും VD സതീശന് വേണ്ടിയുള്ള മുറവിളികളാണ് ആ നിലയ്ക്ക് തെരുവിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. അപ്പോൾ ഒരു ജനപിന്തുണ ആ നിലയ്ക്ക് ആർജിച്ചിട്ടുണ്ട്. ഇങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വോട്ടുകളിൽ ഒരു വോട്ട് VD സതീശന് എന്ന മട്ടിൽ വീണിട്ടുണ്ട് എന്നൊക്കെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഇതൊക്കെ ഞാൻ പറയുന്നതല്ല, കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു വിലയിരുത്തൽ കൂടി ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് സ്വതന്ത്രമായി അതിൽ നിന്ന് മാറി മറ്റൊരു തീരുമാനത്തിലേക്ക് പോകാൻ ഹൈക്കമാൻഡിന് കഴിയുക? എല്ലാവരും കോൺഗ്രസ്സിൽ തെരഞ്ഞെടുപ്പിൽ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ VD സതീശനും, AICC ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ KC വേണുഗോപാലും, മുൻ പ്രതിപക്ഷ നേതാവ് വർക്കിംഗ് കമ്മിറ്റി അംഗമെന്ന് രമേശ് ചെന്നിത്തലയെല്ലാം അവരുടേതായ സംഭാവനകൾ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ നിർവഹിച്ചിട്ടുണ്ട്, പങ്കാളിത്തമുണ്ട്. തീർച്ചയായും ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ മുഖമായി VD സതീശൻ ഇവിടെ ഉള്ളപ്പോഴും അതുകൊണ്ട് അദ്ദേഹത്തിനായിരിക്കും വിസിബിലിറ്റി ആ മട്ടിൽ കൂടുതൽ. പക്ഷേ അപ്പുറത്ത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമഗ്രമായ ഒരു സംഘാടനം എന്ന നിലയ്ക്ക് ഇപ്പം നേരിട്ട് തെരുവിലിറങ്ങിയുള്ള പ്രവർത്തനത്തിന് അപ്പുറത്തുള്ള ഫണ്ട് സമാഹരണം അടക്കമുള്ള മറ്റ് ഏറ്റവും കഷ്ടപ്പെട്ട് ചെയ്യേണ്ട കുറേയേറെ പണി വേറെയുണ്ട്. ആ പണികളിൽ ജനറൽ സെക്രട്ടറി സജീവമായിരുന്നു. അതുകൊണ്ട് ആ മട്ടിൽ പരിഗണിക്കണം എന്നുള്ളത് കൊണ്ടാണോ അദ്ദേഹത്തിൻ്റെ പേര് കൂടി കടന്നു വരുന്നത്? കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാരാണ് 3 പേര്. അവരെല്ലാം ദേശീയ നേതാക്കന്മാരുടെ ഭാഗമായിട്ട് KC വേണുഗോപാലുണ്ട്, വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിട്ട് രമേശ് ചെന്നിത്തലയുണ്ട്, പ്രതിപക്ഷ നേതാവായിട്ട് VD സതീശനുണ്ട്. ആ പേരുകൾ സ്വാഭാവികമായിട്ടും വരും. ആ പേരുകളെല്ലാം പരിഗണിച്ചുകൊണ്ട് AICC തീരുമാനമെടുക്കും.
അല്ല, പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട തീരുമാനം എന്തായിരുന്നു? പ്രഖ്യാപിക്കപ്പെട്ട തീരുമാനം MP-മാർ മത്സരിക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ MP-മാർ മത്സരിക്കുന്ന ഒരു സാഹചര്യം വേണ്ട എന്ന് തീരുമാനിച്ച് പൊതുജനങ്ങളുടെ മുന്നിൽ തെരഞ്ഞെടുപ്പ് വേദിയിലേക്ക് വരിക. പക്ഷേ അതിനുശേഷം വളരെ പെട്ടെന്ന് MP സ്ഥാനം രാജിവെച്ചുകൊണ്ട് വേണമെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ KC വേണുഗോപാൽ തയ്യാറാണ് എന്നുള്ള സന്ദേശം നൽകുക. ഇത് ജനങ്ങളിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. മാത്രമല്ല അത് ഒരു തെറ്റായ സന്ദേശം നൽകുകയും ചെയ്യില്ലേ? അതൊക്കെ ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. അല്ല, സ്വാഭാവികമായും KPC പ്രസിഡന്റ് തീരുമാനിച്ചത് ഹൈക്കമാൻഡാണ്. സ്റ്റേജിലും അതെ, തീർച്ചയായും. പക്ഷെ അതിനകത്ത് KPC പ്രസിഡന്റിന്റെ ഒരു ടേക്ക് ഉണ്ടാവുമല്ലോ. ഇല്ലില്ല, അൺകണ്ടീഷണൽ. We have given everything to the High Command without any condition. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മുകുൾ വാസ്നിക്കിന്റെ കയ്യിലുണ്ടായിരുന്ന കടലാസിൽ ഉണ്ടായിരുന്നത് ഒരുപക്ഷെ മുകുൾ വാസ്നിക്കും ഹൈക്കമാൻഡ് പ്രതിനിധികളും തെറ്റിദ്ധരിക്കപ്പെട്ട് എഴുതിയതായിരിക്കുമോ അങ്ങനെ KC വേണുഗോപാലിന് സണ്ണി ജോസഫിന്റെ പിന്തുണ എന്നത്? എനിക്കറിയില്ല. അതിൻ്റെ ജെനുവിൻനെസ് പരിശോധിക്കണം. അതിൻ്റെ ജെനുവിൻനെസ് പരിശോധിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു കമൻ്റാണത്. മറ്റൊരു കാര്യം, ഇപ്പോൾ പരസ്യമായ പ്രതികരണം നടത്തുന്ന മുതിർന്ന നേതാക്കൾ ഉണ്ടെങ്കിൽ അതിൽ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഏറ്റവും ശക്തമായി ഈ വിഷയത്തിൽ KC വേണുഗോപാലിന് അനുകൂലമായ പ്രതികരണം നടത്തിക്കേണ്ടത് K സുധാകരൻ്റേതാണ്. അദ്ദേഹത്തോട് നേരിട്ട് ഈ കാര്യത്തിൽ ഇങ്ങനെ പരസ്യ പ്രചാരണം നടത്തരുത്, ഒരു ക്യാമ്പയിനിങ്ങിൻ്റെ സ്വഭാവത്തിൽ ഈ കാര്യങ്ങൾ പോകരുത് എന്നുള്ള നിർദ്ദേശം ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അദ്ദേഹം ക്യാമ്പയിനിങ് നടത്തിയില്ലല്ലോ. ചോദിച്ചത് നിങ്ങൾ മാധ്യമങ്ങളിൽ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നല്ലാതെ ക്യാമ്പയിനിങ്ങോ പ്രകടനമോ മുദ്രാവാക്യമോ നടത്തിയിട്ടില്ല. അല്ല, അതൊരു പരസ്യ പ്രതികരണത്തിൻ്റെ സ്വഭാവം ഉണ്ടല്ലോ സ്വാഭാവികമായും മാധ്യമത്തോട്. അങ്ങനെ ഇപ്പോൾ താങ്കൾ തന്നെ എത്ര കരുതലോടെയാണ് സംസാരിക്കുന്നത്. അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത്. അതിപ്പം പറഞ്ഞു കഴിഞ്ഞ് നേരത്തെ പറഞ്ഞതാണ്, പറഞ്ഞിട്ട് കുറേ ദിവസങ്ങളായിട്ട്. റൈറ്റ്. പക്ഷേ ഇപ്പോൾ ഇതിലൊരു അതായത് കേരളത്തിലെ എല്ലാ ജനവിഭാഗവും അതിലേതെങ്കിലും ഒരു വിഭാഗം എന്ന നിലയ്ക്ക് കണക്ക് കൂട്ടാനേ കഴിയാത്ത തരത്തിൽ എല്ലാ ജനവിഭാഗവുമാണ് ഇങ്ങനെ ഒരു ചരിത്ര വിജയത്തിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുചെന്നെത്തിച്ചത്. ആ ബാക്കി എല്ലാവരെയും കേൾക്കുന്നുണ്ട് എങ്കിൽ ആ ജനങ്ങളെ കൂടി കേൾക്കേണ്ടതുണ്ട് എന്നുള്ള തോന്നൽ ഹൈക്കമാൻഡിനുണ്ടാകുമോ? അവരെ ആലോചിച്ച് തീരുമാനിക്കട്ടെ. ഈ ഹൈക്കമാൻഡ് ഈ സാധാരണ ജനങ്ങളുടെ പ്രതിനിധികളെല്ലാം കേട്ടത്, MP-മാരെ MLA-മാർ. അതെ, ഇതിങ്ങനെ നീണ്ടുപോകുന്നത് സ്വാഭാവികമായും സാധാരണ ആളുകൾക്കിടയിൽ ഒരു അതൃപ്തി ഉണ്ടാക്കുമെന്നുള്ള തോന്നലുണ്ടോ? ഇപ്പം എത്ര ദിവസമായി? 4-ാം തീയതിയല്ലേ പ്രഖ്യാപനം വന്നേ. ഇന്നത്തെ രീതി 8 അതിനെല്ലാം ഡൽഹിയിൽ നിന്ന് ആൾ വന്നു, മടങ്ങിപ്പോയി. തീരുമാനം വരില്ലേ? റൈറ്റ്. വേഗത്തിലായിരിക്കും. തീർച്ചയായും ഹൈക്കമാൻഡിന്റെ എന്ത് തീരുമാനവും പാർട്ടി അംഗീകരിച്ചേക്കാം. പക്ഷെ പൊതുജനം ആ മട്ടിൽ ഏറ്റെടുക്കുമെന്ന് കരുതാനാവുമോ? എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും അത് അംഗീകരിക്കും. ഹൈക്കമാൻഡ് തീരുമാനം എല്ലാവർക്കും ബാധകമാണ്. തൊട്ടു പിന്നാലെ ഒരു തെരഞ്ഞെടുപ്പ്, 1 അല്ല 2 തെരഞ്ഞെടുപ്പുകൾ ആണ് ഒരുപക്ഷെ KC വേണുഗോപാലിനെ തീരുമാനിച്ചാൽ ഉണ്ടാവുക. അത് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ, ഇപ്പോൾ ഇരിക്കൂർ എന്ന് പൊതുവെ പറയപ്പെടുന്നു, ഇരിക്കൂർ മണ്ഡലത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായേക്കാം. അതിന് പിന്നാലെ ആലപ്പുഴ മണ്ഡലത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരും. ഇതൊക്കെ അതായത് വിജയകരമായി നേരിടാൻ ഇത്തരം ഒരു തീരുമാനം എടുത്തതിന് ശേഷം കഴിയുമോ എന്ന ആശങ്ക താങ്കൾക്കുണ്ടോ KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ? തീരുമാനം വരട്ടെ, എന്നിട്ടേ ഞാൻ പറയേണ്ടതുള്ളൂ. തീരുമാനം അങ്ങനെ വന്നാൽ അത് നേരിടും. ഇപ്പോൾ ഘടകകക്ഷി നേതാക്കൾ ഈ വിഷയത്തിൽ നടത്തുന്ന ഇടപെടലിനെയോ പരാമർശങ്ങളെയോ എങ്ങനെയാണ് കാണുന്നത്? അവരധികം പരാമർശം നടത്തിയിട്ടില്ല. നിങ്ങളാണ് ഉണ്ടാക്കുന്നത് അവരുടെ പേരിൽ. അതായത് നമ്മളിങ്ങനെ തെരുവിൽ കാണുകയാണ് ഒരു വലിയ എന്താണ് മുദ്രാവാക്യം വിളികളും ഒരു എന്താണ് VD സതീശൻ ഏതെങ്കിലും ഘടകകക്ഷി ഞാനിപ്പോൾ പറഞ്ഞ ഏതെങ്കിലും ഘടകകക്ഷി നേതാക്കന്മാർ ആർക്കെങ്കിലും വേണ്ടി പ്രത്യേകം പറഞ്ഞതായിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA മുഖ്യമന്ത്രിയാകുന്നതാണ് നല്ലത് എന്ന് PJ ജോസഫ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോട് പറഞ്ഞോ? പറഞ്ഞു, മാധ്യമങ്ങളോട് പറഞ്ഞു. അതെല്ലേ, എന്നാൽ പിന്നെ ശരി, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. മറ്റൊന്ന് ഈ പറഞ്ഞിട്ടില്ല, ഞാനെന്നില്ല അദ്ദേഹത്തെ കണ്ടിരുന്നു.
ഹൈക്കമാൻഡുള്ളത്. അദ്ദേഹം അങ്ങനെ ഒരു അഭിപ്രായം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടില്ല എന്നാണോ അപ്പോൾ? എനിക്കറിയില്ല, എന്നോട് പറഞ്ഞത് എന്നെ കണ്ട പറഞ്ഞത് എന്നോട് പറയേണ്ടതില്ല. ഹൈക്കമാൻഡിനോട് എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. നിങ്ങളോട് പറഞ്ഞെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായിരിക്കും. അതെ, അത് ഇപ്പോൾ ജനവികാരം മാനിക്കുന്ന മട്ടിൽ വേണം തീരുമാനങ്ങൾ ഉണ്ടാവാൻ എന്നതാണ് ലീഗിൻ്റെയും നിലപാട് എന്നാണ് സാദിഖ് അലി തങ്ങളുടെ പരാമർശത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അത് എല്ലാവരുടെയും നിലപാട് അതല്ലേ. നിലപാടിൽ എന്താ മാറ്റം? റൈറ്റ്. ഇത് ഇനിയിപ്പോൾ ഒരു ഇത്തരം ഈ പലതരത്തിൽ ചർച്ചകൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഒരു സമവായം എന്നോണം രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചാലും അതിൽ തെറ്റു പറയാനില്ല എന്ന് തന്നെയല്ലേ KPC പ്രസിഡന്റിന്റെ ഒരു നിലപാട്? ഇല്ലില്ല, ഞാൻ ആരുടെ പേരും ഇപ്പോൾ പറയുന്നില്ലോ. നിങ്ങൾ എന്നെ കൊണ്ട് അതൊക്കെ ഹൈക്കമാൻഡ് എന്ത് ഉചിതമായ തീരുമാനം എടുത്താൽ അത് ഞാൻ അംഗീകരിക്കും. റൈറ്റ്. ഈ മന്ത്രിമാരെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിപ്പോൾ കോൺഗ്രസിൽ ഇപ്പോൾ CPM എപ്പോഴും കഴിഞ്ഞ തവണയൊക്കെ കണ്ടത് മുഖ്യമന്ത്രി തീരുമാനിക്കും എന്ന മട്ടിലാണ് ആദ്യഘട്ടത്തിൽ ആ വിഷയത്തിലൊക്കെയുള്ള പരാമർശങ്ങൾ വന്നത്. അങ്ങനെയാണ് ഏതാണ്ട് തീരുമാനം പൂർണ്ണമായും പോയത്. പക്ഷേ കോൺഗ്രസ് കുറേ കൂടി ജനാധിപത്യപരമായാണ്, കുറേ കൂടി അതിന് ഈ പല കാര്യങ്ങൾ പരിഗണിച്ചാണ് മന്ത്രിമാരെ തീരുമാനിക്കുക. മന്ത്രിമാരെ തീരുമാനിക്കുമ്പോൾ ഇത്തരത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? മന്ത്രിമാരെ തീരുമാനിക്കുമ്പോഴും കൺഫ്യൂഷനല്ല, വ്യത്യസ്ത പേരുകളുണ്ടാവും. ആ പേരുകളെ സമന്വയിപ്പിച്ച് ഒരു ലിസ്റ്റാക്കണം. ഈ സാമുദായിക പരിഗണന അടക്കം ഒരുപാട് പേര് അർഹതപ്പെട്ടവരുണ്ട്. എല്ലാ പരിഗണനയും അല്ല, കോൺഗ്രസിൻ്റെ കിട്ടുന്ന മന്ത്രിമാരെ ഏറ്റവും യോജിച്ച മന്ത്രിമാരുടെ ലിസ്റ്റ് അംഗീകരിക്കും. റൈറ്റ്. എന്തായാലും വളരെ വിശദമായി തന്നെ ഈ വിഷയങ്ങൾ ചോദിക്കാനുള്ള ഒരു അവസരം ശ്രീ സണ്ണി ജോസഫ് നൽകി. ആ കാര്യത്തിൽ ആദ്യം തന്നെ നന്ദി അറിയിക്കുന്നു. വളരെ നന്ദി ഇങ്ങനെ ന്യൂസ് മലയാളത്തോട് ഈ ഘട്ടത്തിൽ സഹകരിച്ചതിന് ശ്രീ സണ്ണി ജോസഫ്. താങ്കളെ മന്ത്രിസഭയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മികച്ച ഒരു വകുപ്പുമായി ആശംസകൾ. ആയിട്ടില്ല. താങ്ക് യു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫാണ് വിശദമായി ഇപ്പോൾ നടക്കുന്ന ചർച്ചകളെക്കുറിച്ച്, മുഖ്യമന്ത്രി ചർച്ചകളെക്കുറിച്ച് വിശദമായി ഇപ്പോൾ പ്രതികരിച്ചത് ന്യൂസ് മലയാളത്തോട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ നിലപാട് ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുള്ളത് അൺകണ്ടീഷണലായിട്ടുള്ള പിന്തുണ, അത് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം എന്തു തന്നെയായാലും അതിന് പിന്തുണ എന്നതാണ്. KC വേണുഗോപാലിന് പിന്തുണ എന്നത് മുകുൾ വാസ്നിക്കിൻ്റെ കയ്യിലുള്ള ആ പേപ്പറിൽ കണ്ടത് അത് അന്വേഷിക്കേണ്ടതാണ്. ആ കാര്യത്തിൽ എനിക്ക് വ്യക്തത ഇല്ല എന്നാണ് അദ്ദേഹം ഇപ്പോൾ വിശദീകരിക്കുന്നത്. മുതിർന്ന നേതാക്കൾ ഇത്തരത്തിൽ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരുടെയെങ്കിലും പേര് നിർദ്ദേശിച്ച് പരസ്യ പ്രചാരണത്തിന് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് പറയുന്നു. ഘടകകക്ഷി നേതാക്കൾക്ക് അങ്ങനെ പ്രത്യേകം ഏതെങ്കിലും ഒരു നേതാവിനെ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ള അഭിപ്രായമില്ല. ആ നിലയ്ക്ക് ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇപ്പോൾ വിശദീകരിക്കുന്നത്. എന്തായാലും വളരെ സജീവമായി കോൺഗ്രസിൽ മുഖ്യമന്ത്രി തർക്കം നടക്കുകയാണ്. മുഖ്യമന്ത്രി ആരാകണം എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുകയാണ്. ആ ഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഈ 3 പേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ അദ്ദേഹത്തിനും സംശയമില്ല. അദ്ദേഹം പറയുന്നത് ഒരു പ്രശ്നമുണ്ടായിട്ടുണ്ട്. ഈ 3 നേതാക്കന്മാരാണ് ഇപ്പോൾ പരിഗണനയിലേക്ക് വന്നിരിക്കുന്നത്, മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള പരിഗണനയിലേക്ക് വന്നിരിക്കുന്നത് എന്നതുകൊണ്ട് തീരുമാനമെടുക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്.